അൻവർ ആദ്യം തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ VS ജോയിയെ പരിഗണിക്കുന്ന ഒരു നിർദ്ദേശം മാത്രമായാണ് മുന്നോട്ട് വയ്ക്കുന്നത്. UDF ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പരിഗണിക്കും, ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പിന്തുണയ്ക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അൻവർ. പക്ഷേ ഇന്ന് പൂർണ്ണമായും അൻവർ ആ വാർത്താ സമ്മേളനത്തിൽ ഒരു അസംതൃപ്തി രേഖപ്പെടുത്തുന്നു. പിന്നാലെ നമ്മൾക്കറിയാൻ സാധിക്കുന്ന വിവരം, അത്തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിലേക്ക് UDF എത്തുന്നു എന്നുള്ളതിൽ കൂടിയാണ് അൻവറിന്റെ പ്രതികരണം വരുന്നത്. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം. ആത്യന്തികമായി UDF പ്രവേശനമാണ്. അപ്പോൾ ഈ അവസരത്തിൽ തന്നെ അത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രം ചെലുത്തിക്കൊണ്ട് തന്നെ അൻവർ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അൻവറിന്റെ ശ്രമം എന്ന് പറയുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള പല ശ്രമങ്ങളും ഈ ഘട്ടത്തിൽ കൂടി, ഇതാണ് അതിന് ഉചിതമായ സമയം എന്ന് അൻവർ ചിന്തിക്കുന്നുണ്ടോ? അൻവർ ക്യാമ്പുകളിൽ നിന്നുൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. ഒപ്പം തന്നെ ഈ പല കാരണങ്ങൾ അൻവർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിയാൽ മുസ്ലിം സംഘടനകളുടെ ഉൾപ്പെടെ പിന്തുണ ഉണ്ടാവില്ലെന്ന് വൃത്തങ്ങൾ അൻവറിനോട് സംസാരിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവറിന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി അൻവറിന്റെ ലക്ഷ്യം UDF പ്രവേശനമാണ്. അതിനുള്ള ഒരു അവസരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ അൻവർ കാണുന്നുണ്ട് എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടിയായിരിക്കും കാര്യങ്ങൾ പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ അൻവർ കൂടി ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു ആശങ്കയും വെല്ലുവിളിയൊക്കെ ഉണ്ടാക്കുന്നത് കൂടിയാണ്. മീൻ പിടിക്കുക എന്ന തന്ത്രത്തിലേക്കൊക്കെ പോകുന്നതിലേക്ക് ഇങ്ങനെയൊരു ഇപ്പോൾ ഈ അഭിപ്രായ ഭിന്നതയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്ന UDF-ന് ഗുണം ചെയ്യുമോ? വളരെ ആത്മവിശ്വാസത്തോടെ ഞങ്ങളിതാ ജയിക്കുമെന്ന് പറഞ്ഞിടത്തുനിന്നാണ് തങ്ങൾക്ക് ശക്തമായ പിന്തുണയായി നിൽക്കുന്ന ആള് വേണ്ടി വന്നാൽ ഞാൻ മത്സരിക്കും എന്ന നിലപാടിലേക്ക് കളം മാറുന്നത് അല്ലേ? അൻവർ അവിടെ മത്സരിക്കുകയാണ് എങ്കിലുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങളെ കൂടി കുറച്ച് കൗതുകത്തോടെ നോക്കേണ്ടി വരും. കാരണം അവിടെ UDF-ന് വോട്ടുണ്ട്, അവിടെ LDF-നും വോട്ടുണ്ട്, അവിടെ PV അൻവറിന് വോട്ടുണ്ട്. ഈ മൂന്ന് ഘടകങ്ങളും ഇത്രനാൾ ഉണ്ടാക്കിയ എല്ലാ സമവാക്യങ്ങളും തെറ്റിച്ചുള്ളൊരു മത്സരമാണ് വരുന്നത് എങ്കിൽ എന്താണ് ഫലം എന്നുള്ളത് വളരെ കൗതുകത്തോടെ നോക്കി കാണേണ്ടി വരും. പലരുടെയും രാഷ്ട്രീയ ഭാവി അടയുന്നത് കൂടിയായിരിക്കും ഒരുപക്ഷെ എന്നതാണ് എന്തായാലും പറഞ്ഞു വെക്കാം.